ഇന്ന് കൊല്ലം സ്റ്റൈലിലൊരു മീൻ കറിയാണ്, ചൂരയാണ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് ആ കടുക്, ഉലുവ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. മൂപ്പിച്ചതിന് ശേഷം ഞാൻ 2-3 പച്ചമുളകും കൂടി ഇട്ടു. നമുക്ക് ആവശ്യത്തിന് ഉള്ള പച്ചമുളക് ഇടുക, അതുപോലെ എരിവിനനുസരിച്ച്. എന്നിട്ട് ഞാൻ ആക്കിയിട്ടാണ് പൊടികൾ ഇടുന്നത്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ അതൊന്ന് സോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇടുക, അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം മുളക് പൊടി ഇടുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുമ്പോഴേക്കും അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് അതൊരു നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. കണ്ടോ, ഈ ഒരു രൂപത്തിലായി കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അത് ശരിക്കും തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ തോട്ടുപുളി ഇടുക. അത് തോട്ടുപുളി എന്താണെന്ന് അറിയാനായിട്ട് ഇതിനു മുമ്പത്തെ പർച്ചേസിങ് വീഡിയോ കണ്ടാൽ മതി. തോട്ടുപുളി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഞാൻ ഉപ്പിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ചൂര കഷ്ണങ്ങൾ പറക്കി വെച്ചു. എന്നിട്ട് അടച്ചു വെച്ചു. വെന്തതിന് ശേഷം ഇവിടുത്തെ പ്രത്യേകതയാണ്, എൻ്റെ നാട്ടിൽ ഇത് കയ്യിൽ ഉപയോഗിക്കത്തില്ല, പക്ഷേ ഇവിടെ മീൻ കറിയിൽ കയ്യിലിട്ട് ഇളക്കും. ഞങ്ങളൊന്നും കയ്യിലിട്ട് ഇളക്കാറില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ മീൻകറി അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വേപ്പില കുറച്ച് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മളത് ക്ലോസ് ചെയ്യും. ഉപ്പ് എല്ലാം പാകമാണെന്ന് നോക്കുക. അപ്പോൾ നല്ല അടിപൊളി മീൻകറിയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് മുളകിട്ട മീൻകറി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.